Welcome to another video of Ashi Alzan Vlogs. Hi guys, welcome to another video of Ashi Alzan Vlogs. കുറെ കാലമായിട്ട് അങ്ങനെ ഒരു എൻട്രി ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടപ്പോൾ ഒരു ഏകദേശം 10-11 ദിവസമൊക്കെ ആയി. അപ്പം ചെറിയ ചെറിയ കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ട് ഇടാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇടാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇതാണ് ആദ്യം ഇടാനും തോന്നിയത്, ആദ്യം ചെയ്യാനും തോന്നിയത് കാര്യം കേട്ടോ. എന്താണ് അതിൽ നമ്മൾ ചെയ്യാൻ പോണത്? മാമാക്ക് സർപ്രൈസ്. അതെ, മാമാക്ക് സർപ്രൈസ് മീൻസ് എന്താ, ഇതൊരു സാധനമാണ്. എന്താന്ന് വെച്ചാൽ നമ്മള് വീട്ടിലും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണ്. ഇവനെന്താണ് ഇതിന്റെ പരസ്യം പറയാ? ഞാൻ പറയാ എന്താ അറിയോ, നമ്മൾ ഉമ്മാരൊക്കെ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യമാണ്, നമ്മൾ ഉമ്മാരും ഒക്കെ ഫുൾ ടൈം അടുക്കളയിൽ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഒരു റിസ്ക് പിടിച്ച പണിയാണ് വീട് മൊത്തം തുടക്കുക. അതെ, നമ്മളിപ്പം നമ്മളെ വീട് ഇവനാകെ കൊളാക്കുമല്ലോ. അടുത്ത കട്ടാക്ക് ചെക്കന് മൈക്കും കാര്യങ്ങളൊക്കെ നിലത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഉളുക്കിയൊക്കെയാണ്. ഇന്നാളെ പെടലി ഉളുക്കിയിട്ട് ഇങ്ങനെയാണ്, മറ്റേ മീശ മാധവല് മറ്റേ ആരല്ലേ കൊച്ചിനെ നീഫല്ല പോലെ ഇങ്ങനെയാണ് ഇന്ന് ഫുള്ള് ഉറക്കത്തിലായതാട്ടോ. പെടലി ഉളുക്കിയതാണ്. അതിനെന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ചെക്കൻ കോയമ്പ് വെച്ച് തരാനൊക്കെ പറഞ്ഞു. കോയമ്പ് വെച്ച് മാറും, ഇത് ഓട്ടോമാറ്റിക്കലി മാറുന്നൊരു സാധനമല്ല. എനിക്കും ഉണ്ടാവലുണ്ട്. അപ്പം വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. അപ്പം ഇത് എന്താന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ വീട്ടിൽ തുടക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, ക്ലീൻ ആക്കണ സാധനമാണ് തുടക്കുക. അതേപോലെ ക്ലീൻ ആക്കണ ഒരു മെഷീൻ ഞാൻ ഓർഡർ ചെയ്താണ് കേട്ടോ. ഓർഡർ ചെയ്ത് ഇന്നാണ് കിട്ടണത്. അപ്പം ഇതിൻ്റെ മുമ്പ് ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ച് ലേറ്റായി. അപ്പം എന്തിനാ ഇത് മെയിനായിട്ട് യൂസ്ഫുൾ നമ്മളെ ഇമ്മാർക്ക് തന്നെയാണ്. അപ്പോൾ ഇത് മാമാക്ക് കൊടുക്കാൻ വിചാരിച്ചേക്കാണ്. മാമ ഏത് ടൈമും ഞാൻ ശ്രദ്ധിച്ചപ്പം അറിഞ്ഞൊരു കാര്യമാണ്, ഫുൾ ടൈം ഇങ്ങനെ കുമ്പിട്ട് അതിനെങ്ങനെ എന്താ അതിലോ കാട്ടേന് കാണിച്ചു കൊടുത്താ ഇതെന്താണ് ഇതൊന്നല്ല കേട്ടോ, ഇത് വേറെ എന്താണ്. അങ്ങനെ തുടക്കുമ്പോഴൊക്കെ ഭയങ്കര റിസ്ക് ആണ്. പിന്നെ ഇപ്പോൾ തുടക്കണ മോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലേറെയും ഉമ്മ ഒറ്റയ്ക്ക് പെരയൊക്കെ ക്ലീൻ ആക്കുമ്പോൾ നല്ല പണിയാണ് ഉമ്മാക്ക്. ഉമ്മമാർക്കല്ല പെരപ്പണി എടുക്കണ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ റിസ്ക്കും. ഒരു വീട് മൊത്തം അപ്പോൾ 2 നില ആകുമ്പോൾ ഇപ്പം നമ്മളെ വീട് 2 നിലയും കൂടിയാണ്. അപ്പോൾ ഫുള്ള് മാമ തുടക്കണ കാണാം. മാമയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൃത്തിക്ക് കൊണ്ടു നടക്കും, എല്ലാ ദിവസവും തുടക്കും, ഇങ്ങനെ തുടച്ചിങ്ങനെ കൊണ്ടു നടക്കും. അപ്പം ഞങ്ങളെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിയൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ പോയി കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പം നേരത്തെ ഇപ്പൊക്കെ അറിയട്ടെ ഈ സംഭവം, ഞാൻ ഇപ്പാനോട് പറഞ്ഞിരിക്കണേ, നമുക്കിത് ഇവിടെ എവിടെയും വെക്കുക. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് മാമയും ബാപ്പയും അവിടെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്താ ചെയ്യണേന്ന് പോയി നോക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് കൊടുക്കണുള്ളൂ കേട്ടോ. വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാവാ. ഇതിൽ മക്കളും എൻ്റെ അനിയനും ഫുൾ ടൈം ഫോണിൽ കളിച്ചുകൊണ്ട് കണ്ടു. കൂടുതൽ ആൾക്കാർ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫ്രീ ടൈം ആകുമ്പോൾ ഫുൾ ടൈം ഫോണും ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു 1.5 മണിക്കൂർ മാറ്റി വെച്ചാലോ. ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു 1.5 മണിക്കൂർ ഈ ഒരു വെക്കേഷൻ്റെ ഉള്ളിൽ ഡെയിലി ഒരു 1.5 മണിക്കൂർ മാറ്റി വെച്ചാൽ തന്നെ അതുപോലെ കരിയറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ നല്ല ഗുണം ഉണ്ടാവും അല്ലേ ഫതിലു പഠിക്കണ സമയത്തൊക്കെ ഞാൻ അടുത്തൊക്കെ പോയിരിക്കലുണ്ട്. അപ്പോൾ ഫതിലു കൂടുതലും ഇങ്ങനെ പറയൽ, എനിക്ക് ഇംഗ്ലീഷും വായിക്കാനും എഴുതാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് കാക്കാന്ന് ഇങ്ങനെ പറയലുണ്ട്. അപ്പം ഞാനിവനെ ട്യൂഷൻ സെൻറ്ററിൽ ചേർത്തിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് വെക്കേഷൻ മാത്രമല്ല ഇൻ്റർവെൽ ലേണിംഗ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഞാൻ മനസ്സിലാക്കണത്. അങ്ങനെ ഇൻ്റർവെൽ ലേണിങ്ങിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഒരു 1-on-1 സെക്ഷൻ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പം ഫതിലുവിനെ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചല്ലേ. ഫതില ജോയിൻ ചെയ്യിപ്പിച്ചപ്പം ഒരു ഫസ്റ്റ് തന്നെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റാണ് നടത്തിയത്. അതിൽ തന്നെ അവർക്ക് മനസ്സിലായി ഇംഗ്ലീഷിലും. പിന്നെ ഫതിലും പറഞ്ഞില്ലേ ഇങ്ങനെ ഇംഗ്ലീഷിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പറഞ്ഞു കൊടുക്കടാ ഈ കണ്ടോ ഫോണിൽ കളിച്ചാണ്. ഇതേപോലെ ഇതൊക്കെ കുറക്കണം പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയപ്പം
എന്താ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അവർക്കും മനസ്സിലായി ഈ ടെസ്റ്റ് നടത്തിയപ്പോൾ എന്തിലൊക്കെയാണ് ഫതിലുവിന് കൂടുതൽ എന്താ ലേൺ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഞാൻ ചേർത്തു ഓല് പറഞ്ഞ രീതിയിൽ. അങ്ങനെ ഇപ്പം ഫതിലു ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നുണ്ട്. ഫതിലു അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ കേട്ടോ, അത് ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, ടീച്ചേഴ്സൊക്കെ ഫുൾ ഫ്രണ്ട്ലി ആണ്. അതെ, ഇതെന്നെ പറഞ്ഞു കൊടുത്താ നല്ല ടീച്ചേഴ്സാണ്, ഫ്രണ്ട്ലി ആണ്, നന്നായിട്ട് പഠിപ്പിക്കും. പിന്നെ ഇത് ടഫായ സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്, ഇപ്പൊ നല്ല സിമ്പിളായി തുടങ്ങി. ഇപ്പം ഓന് ഏകദേശം ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തപ്പോൾ ഇപ്പോൾ വെക്കേഷന് നമ്മളിപ്പോൾ ഫുൾ ഡേ ഉണ്ടായിട്ട് ഒരു ജസ്റ്റ് 1.5 മണിക്കൂർ അത് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഓൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ആ ടൈമിൽ ഓല് ജസ്റ്റ് ഓൺലൈനായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് പഠിപ്പിക്കും. അപ്പോൾ ഞാൻ ഓൻ്റെ ക്ലാസ്സും സെക്ഷനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓല് പഠിപ്പിക്കണ രീതിയും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണിച്ചു കൊടുത്താലോ? ഇനി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ആ ഒരു ഷോട്ട് ഞാൻ കാണിച്ചു തരാം. Fine. Okay, how's going your vacation? It's good. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്. ഫതിലും നല്ല ആക്റ്റീവായിട്ട് തന്നെ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനത് ചേർത്തിയപ്പം വിചാരിച്ചു ഫതിലൊന്നും ഇഷ്ടപ്പെടില്ല, ഫുള്ള് ബോറിംഗ് ആയിരിക്കും എന്നൊക്കെ. പക്ഷേ അതൊന്നും അല്ല സംഭവം. ടീച്ചേഴ്സൊക്കെ ഫുൾ ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെയാണ്. ഫതിൽ നല്ല ഇൻട്രസ്റ്റിങ്ങോട് കൂടി ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഫതിലുവിന് ഇപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വന്നാൽ മടിയുള്ള ഒരു കൂട്ടത്തിലാണ്. ഇപ്പോൾ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിച്ചാൽ ഫ്രണ്ട്സ് കളിയാക്കുമോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചൂടാവുമോ എന്നുള്ളൊക്കെ ഒരു പേടിയൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷേ ഇതിൽ വന്നപ്പം ഫതിലുവിൻ്റെ ആ മടിയും കാര്യങ്ങളൊക്കെ മാറി. കാരണം 1-on-1 ആണ്, ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും ഉള്ള രീതിക്കായതുകൊണ്ട് ഫതിൽ നല്ല ധൈര്യത്തോടു കൂടി ടീച്ചേഴ്സിനോട് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ച് ഫുൾ കംഫർട്ടബിൾ ആയിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ In your science diary, compare the picture you have drawn with that. ഫതിലിന് സ്കൂളിൽ 7th സ്റ്റാൻഡേർഡ് കാണല്ലോ. അപ്പോൾ പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇനി ടഫായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. എന്തായാലും എൻ്റെ അനിയൻ്റെ ഈ കാര്യം എനിക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ അവനെ ജോയിൻ ചെയ്യിപ്പിച്ചത്. എന്തായാലും ഫതിലുവിന് ഇത് പേഴ്സണലി നല്ല ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണത്. അവർ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് 1st സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല കേട്ടോ ഇവർ ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മലയാളം, അറബി, മാത്സ്, ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ ഒരുപാട് സബ്ജക്റ്റിൽ ഇവർ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷൻ കോഴ്സിന് വർക്ക്ഷീറ്റ്സും മെറ്റീരിയൽസും ഒക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഇവരെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ റീഡിംഗ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഫതിലിന്റെ കാര്യത്തിൽ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി തോന്നിയത്. എനിക്ക് പേഴ്സണലായിട്ട് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. നമ്മളെ വീഡിയോ കാണാൻ നിങ്ങളെ വീടുകളിലും ഒരുപാട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ മക്കൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇവരെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. Okay, bye. Bye. ഞാനിത് ഇവിടെ വെക്കുന്നുണ്ട്. മാമ എന്തായാലും ഈ നേരത്തെ പുറത്ത് വരില്ല എന്ന് വിശ്വസിക്കണു. ഇനി നമുക്ക് അപ്പുറത്ത് പോവാം. അപ്പം മാമി വാപ്പി മാമാനോട് ഞാൻ ഡെയിലി വ്ളോഗാണ് പറഞ്ഞിട്ട് തുടങ്ങാണ് കേട്ടോ. മാമ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഡെയിലി വ്ളോഗും കാര്യങ്ങളും എടുത്തിട്ട് കുറേ ആയി. യാസ് പതിലുവിൻ്റെ പണി തുടങ്ങി കേട്ടോ. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞോ? കഴിക്കാൻ നിൽക്കുക? അത് ശരി. അപ്പം മാമിയും പാപ്പയും ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ കഴിച്ച് കഴിയാനായി എന്ന്. ഇന്നെന്താ സ്പെഷ്യല്? കുറേ ആയില്ലേ ഡെയിലി വ്ളോഗ് എടുത്തിട്ട്. അപ്പം അങ്ങനെ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിക്കാൻ വന്നാണ് കേട്ടോ. കാണിച്ചു കൊടുക്ക്. ഒന്നിനെടുത്തോ? നല്ല ഫിഷ് കറി ഉണ്ട്, കൊടംപുളി ഇട്ട് കഷ്ണം. വാപ്പാൻ്റെ എന്തോ ഉണ്ട് കേട്ടോ. ഇതെന്താണ്? ഇതെന്താ? ഷുഗർ ഫ്രീ? ആ, തൈരിക്ക് ഷുഗർ ഫ്രീ ഇട്ട് ഇപ്പൊ ചെയ്യലുണ്ടല്ലോ എൻ്റെ. ഓ ഓക്കെ. അപ്പോൾ പാപ്പാക്ക് മാത്രം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാമാക്കെന്തോ പറയാണ്ട്. പറയാനുണ്ട്. ഇത് ലാമിന്റെ അവിടുന്ന് പറഞ്ഞ അച്ചാറാണ്. ഓ, ലാമിന്റെ ഉണ്ടാക്കിയതാ? ഉണ്ടാക്കിയ അച്ചാറ് നല്ല രസമുണ്ട് കേട്ടോ. കഴിച്ചു കൊടുക്ക്. ഇതെന്തിൻ്റെയാണ്? മാങ്ങച്ചാറ്. നല്ല മാങ്ങാച്ചാറ്. നല്ല മാങ്ങാച്ചാറുണ്ട് കേട്ടോ. മരുവന് കൊടുത്തതാണ്. രസമുണ്ട്. സ്പൈസി പുളി. എൻ്റെ അമ്മോ തിന്നാ
മാഷാല്ലാ. അപ്പം ഇന്നെന്താ ഇന്നെന്താ നമ്മളെ പണി? പിന്നെ പണി എന്താ? ചോറ് വയ്ക്കുക. ചോറ് വെച്ചിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്ത് പണി? ഉറങ്ങണം. ഉച്ചക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കണം. ഇപ്പൊ സമയം 1:30 അപ്പൊ രാവിലെ മൊത്തം പണിയെടുത്ത് കുളിച്ച് ഇന്ന് പതിവില്ലാതെ സുന്ദര കുട്ടപ്പിയായി ചുരിദാറൊക്കെ ഇട്ട് നിക്കണ്ട്. എന്താ ഇന്നെന്താ പരിപാടി? ഇന്ന് ഞായറാഴ്ച ആയിട്ടാ? അല്ല ഇങ്ങനെ എന്താ മറ്റേ ഡ്രസ്സൊക്കെ ഇടല്ലോ കേട്ടോ. അപ്പൊ നമ്മളെ ആശി കൊടൈക്കനാൽ പോയതാണ്. പിന്നെ ഞാൻ ഈ ക്യാമറമാനെ കാണുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മള് പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കണല്ലേ? പേര് പറഞ്ഞു കൊടുക്ക്. ഷാനി വ്ലോഗ് ഗായ്സ്. ഷാനി വ്ലോഗ് ഇന്ത്യയിൽ കമന്റ് ഇടണം കേട്ടോ. അത് ഞാന് ഷാനിഫ്. അപ്പം ഒരു ഫുഡും കാര്യങ്ങളും കഴിക്കട്ടെ. എന്നിട്ട് ഞങ്ങള് പിന്നെ അപ്പാണ് തിന്നല്. അപ്പം തിന്നിട്ട് അപ്പൊ ഞങ്ങള് വരാം. ഓക്കെ, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടരുന്നതാണ് വീഡിയോ. അപ്പം മാമിയും വാപ്പയുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വാപ്പാക്ക് കാര്യം അറിയാം ഇന്ന് കൊടുക്കുമെന്ന്. എപ്പോൾ കൊടുക്കുന്നൊന്നും വാപ്പാക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ മുമ്പ് ഫതിലൂന് എന്താ പണിയാ നമുക്ക് നോക്കാം. ഫതിലു ഇങ്ങനെ ഒടിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ലാലേട്ടൻ തുടരും. നല്ല ഫോൺ കളിയിലാണ് ഗൈസ്. നിങ്ങളെ വീട്ടിലും ഉണ്ടോ ഫുൾ ടൈം ഫോൺ കളിക്കണ മക്കളുണ്ടോ? ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാ കൂടുതൽ മക്കളും ഫതിലും കൂടുതൽ സമയം ഫോണിൽ തന്നെ കളിയായിരുന്നു കേട്ടോ. മിക്ക വീടുകളിലും അവസ്ഥ ഇതാണ്, ഫോൺ കളിക്കുക. കൗത്ത് പോയിന്ന്. അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കണേ കൂടുതൽ ആൾക്കാർ ഇതേപോലെ തന്നെ ആയിരിക്കും. ഫോണും ഫുൾ ടൈം റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും. അപ്പം മാമിയും വാപ്പയുടെ ഫുഡ് കഴിച്ച് ഏകദേശം കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇറ്റ്സ് ടൈം ടു സർപ്രൈസ് അല്ല, ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ഉമ്മാർക്കൊക്കെ ഇത് വാങ്ങിക്കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആരും ചിന്തിച്ചാത്തൊരു കാര്യമാണ്. എല്ലാവരും വിചാരിക്കും ഓലവിടെ തുടച്ചോട്ടെ, അതിപ്പോൾ ഇത്ര വലിയ പണിയാണോ എന്ന്. അത് എടുത്തു നോക്കിയാലേ മനസ്സിലാവുള്ളൂ എത്രത്തോളം പണിയുണ്ടെന്ന്. അപ്പം വാപ്പാക്കറിയാം. വാപ്പ അവിടെ കടന്നു പോകുന്നുണ്ട്. അപ്പം നമുക്ക് പോയി കൊടുക്കല്ലേ. മാമ അടുക്കളയിൽ തന്നെ ഉണ്ട്. മാമ ഇപ്പം കടക്കാൻ വരും തോന്നുന്നുണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് സെറ്റാക്കണം കേട്ടോ. ഞാൻ ഇന്ന് ഒറ്റക്കായതുകൊണ്ട് കുറച്ച് റിസ്ക് ആട്ടോ. അല്ലെങ്കിൽ ആശി മാമാനെ ഡൈവേർട്ട് ചെയ്യും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാമാനെ. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റക്ക് നടക്കുമെന്ന് അറിയില്ല. നേരെ പോയി കൊടുക്കല്ലോ അതിൽ. വാ പോവാ. അതിലൊന്നും തിരി സുഖമല്ല. അപ്പം ഫതിലു മാമാനോട് എന്തെങ്കിലും സംസാരിക്കണം. ഓക്കെ, ക്യാമറമാന് നിങ്ങൾ രണ്ടാളും പോയിക്കോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വരാം. എന്തേ പോയി സംസാരിച്ചോ. ഇന്ന വീഡിയോ ഫതിലു പോയി സംസാരിച്ചു. ഞാൻ അടുത്ത് വരാം. ഈ രണ്ട് പൊട്ടന്മാരെ കൊണ്ട് മനസ്സിലാവും. ക്യാമറയും പിടിച്ചിട്ട് ഫതിലൊന്ന് പോയി സംസാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതെടുത്ത് വരും. ഓക്കെ, മാമാനടുത്ത് പോയിക്കോളി. എന്റെ കൗത്തുളിക്കിരിക്കുന്നു. ഞങ്ങളിത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാം കേട്ടോ. എന്റെ കൗത്തുളുക്കി ഇതിന്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് എന്തൊക്കെയാണ് ഞാൻ കൗത്തുളുക്കിയിട്ടിന്റെ ദിവസം. സർപ്രൈസ് കനൊന്നുമില്ലത്. ഇത് മാമാക്ക് വേണ്ടിയിട്ട് ഞാൻ ഫതിലു പാപ്പാക്കും അറിയാം, പിന്നെ ആശിക്കും അറിയാം കേട്ടോ. അപ്പൊ ഞങ്ങള് പ്ലാൻ ഇട്ടതാണ്. പൊട്ടിച്ച് നോക്ക്. മാമാക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. എന്താണ് തുടക്കുന്നതല്ലേ കണ്ടപ്പോ വാങ്ങിയതന്നെ.
ഇഷ്ടായോ? ഇഷ്ടായോ? പറക്കില്ലേ നോക്കാം. തുടക്കാനൊക്കെ ഇതാവില്ല നല്ല ഉപകാരപ്പെടുന്ന സാധനം കേട്ടോ. ഇഷ്ടായോ? മാമ ഇതിന്റെ മുമ്പ് മാമ എന്താ പണിയെടുക്കണ ഷോട്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. മാമ നല്ല നല്ല ഗതികേടല്ലേ മാമ അങ്ങനെ തുടക്കണ സിറ്റുവേഷൻ കാണുമ്പോ ഭയങ്കര ഇടങ്ങേറ് തോന്നും. അപ്പം ഒറ്റക്കെല്ലാം എടുക്കുമ്പോ അടങ്ങാറന്നെയാണ്. എല്ലാരും അങ്ങനെ എടുക്കുക. പക്ഷെ എന്നാലും ഇഷ്ടായോ? പണിയെടുക്കൽ അടങ്ങാറ് വെച്ചാല് പണിയെടുക്കണ അടങ്ങാറല്ല ചോദിച്ചാൽ എല്ലാരും അങ്ങനെ എടുക്കുക. പക്ഷെ എനിക്ക് ആൺകുട്ടികളായതുകൊണ്ട് ആൺകുട്ടികളും പണിയെടുക്കണം അല്ലേ? അപ്പൊ അതേക്കാരെ കമന്റ് വരിക. പറഞ്ഞാല് അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണൊക്കെ എന്താണ് മാമ? അപ്പൊ അതാണ് ഓലക്കൊണ്ട് വന്നിട്ട് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കേണ്ടി വരും. 1 year വാറന്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങള് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പം ഇതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫിറ്റ് ചെയ്തിട്ട് വരാം. മാമക്ക് മാമ വർക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കാം. അപ്പൊ മാമക്ക് കറക്റ്റ് മനസ്സിലാവും ഇതെന്താ ഇതിന്റെ യൂസ്ഫുൾ എന്ന്. ഞങ്ങളിത് ഫിറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഏകദേശം ഫിറ്റാക്കി മാമ ഓണാക്കി ഒക്കെ നോക്കിട്ടോ. ഒന്ന് ഓണാക്കി കാണിച്ചു കൊടുത്താ. ആ സെറ്റ്. വെള്ളം നിറക്കണല്ലേ? എവിടെ ഇതിന്റെ ഒരു കപ്പൊക്കെ കിട്ടി. വെള്ളം കൊണ്ടുവരാം. ഓ കാണിച്ചെടുത്ത ഇതില് ഇനിയിപ്പോ മറ്റേ രീതിക്കൊന്നും ആക്കണ്ട. നമ്മള് ഇമ്മാരൊക്കെ നോർമലി എന്താ ചെയ്യല്, ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലെന്നെ മറ്റേ ശേൽക്കാല ചെയ്യല്. ഇനിയിപ്പോ അതിന്റെ പണിയൊന്നുമില്ല മാമ. വെള്ളം വരുന്നുണ്ടോ? വെള്ളം വരുന്നുണ്ട് അല്ലേ? നല്ലൊരു ഇതാണ് കേട്ടോ. നല്ല സുഖല്ലേ? ഇഷ്ടായോ? പിന്നെ ഇഷ്ടായില്ലേ? ഓ നല്ല സുഖം. ഇതിപ്പോ ഇനിയിപ്പം എല്ലാവർക്കും ആക്കട്ടോ. ഇനിയിപ്പം ആർക്കും ഒരു മടിയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് കൊടുക്കാം. ഏതൊരു മാർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ ഇത് തുടച്ചു കഴിഞ്ഞിട്ട് പിന്നെ അപ്പം നമുക്കെന്താ പറയല്ലേ, മാമ ഇതിൽ തന്നെ ഇക്കണ് എന്തേലും 2 വർത്താനം പറയും. അപ്പൊ ഞാൻ ഇത് സത്യം പറഞ്ഞാല് വീഡിയോ എടുക്കണം എന്നില്ല പ്ലാനൊന്നും ഇല്ലേനു. ഞാൻ ഓർഡർ ചെയ്തപ്പോ ഒന്നുമില്ല. പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് പിന്നെ നമ്മളെ ഇനിയുള്ള വീഡിയോ ഒരു നല്ല വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് പിന്നെ എന്താ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം ഇങ്ങനെ ആ ഒരു പ്ലാനൊന്നും അല്ലായിരുന്നു. പക്ഷെ നമ്മളെ ഈ വീഡിയോ സത്യം അതന്നെയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു ഉമ്മാക്ക് അടുക്കളയിൽ പണി സംബന്ധമായി ഉമ്മാക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യമാണല്ലോ. അപ്പം പ്ലാനിലൊന്നും ഇല്ല, പെട്ടെന്ന് ഇത് എടുക്കാൻ തോന്നി വീഡിയോ. ഇഷ്ടായോ? ഇപ്പം എന്താ ഇത് കണ്ടിട്ട് ആരൊക്കെയൊക്കെ ഇതൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങി കൊടുക്കാൻ പറ്റണമെന്നില്ലെങ്കിലും സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വലിയ കാര്യങ്ങളാണ്, വലിയ കാര്യമാണ്. അത് ഇന്ന നോക്കണം, ഞാൻ സഹായിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലേ? അതെ. അപ്പൊ ഇത് വാങ്ങി കൊടുക്കണം എന്നല്ല ഞങ്ങള് പറയണേ. ഇമ്മാരെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമ്മളും കൂടി ഒന്ന് ഒരു കൈത്താങ്ങായിട്ട് ഒന്ന് സഹായിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ട് സഹായിച്ചിരിക്കണ്ട്. ഇതൊക്കെ തന്നെയാണ് സഹായിക്കല്ലേ. അതന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മളെ കൊണ്ട് കഴിയണത്. ഞാൻ മറ്റേ പണിയെടുക്കുമ്പോ എനിക്ക് സഹായിക്കാം എളുപ്പത്തിൽ. ഞാൻ മാമാക്ക വാങ്ങി തന്നെ. നമുക്ക് ഇഷ്ടായോ? ഇഷ്ടായിട്ടോ. അത് നല്ല ഇതായി പണിക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ ഒരു ഇതായിട്ടോ. പണി കഴിക്കാനും ഇതാക്കാനൊക്കെ മാമ ഫുൾ ടൈം ഇതായിരിക്കട്ടോ നാളെ മുതല്. ഇങ്ങനെ തുടക്കുന്നുണ്ട് 2-3 നേരം. ഇനിയിപ്പോ എന്ത് ഇല്ലെങ്ങനെ 2 നേരം എന്ത് തുടക്കാനും അറിയാം. ഇത് കാട്ടിയോണ്ടിക്കണേ അല്ല മാമ 2 വാക്ക് പറയും എന്നിട്ട് നമുക്ക് തുടക്കാം. മാമക്ക് ഇഷ്ടായിക്കണ സംഭവം. നല്ല ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നല്ല സുഖം കിട്ടത്. ഇങ്ങനെ വെച്ചെടുത്താ മതി. വെച്ചെടുത്താൽ തന്നെ ഇതന്നെ എന്താ ഇങ്ങനെയൊക്കെ കറങ്ങൊക്കെ ഉണ്ട്. കൂടുതൽ സെറ്റിങ്സ് നോക്കണേ മതി. ഇഷ്ടായില്ലേ? എന്തായാലും ഇഷ്ടായില്ലേ? അത് കേട്ടാ മതി.
അതെ ഇനിയിപ്പോ എന്താ പറയാല്ലേ എന്റെ ഉമ്മാക്ക് വേണ്ടി പറയാൻ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ എല്ലാരും എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക അതെന്നുള്ളു പറയാന് എന്താ പറയാന് ഇതൊക്കെ തന്നെ സന്തോഷം എനിക്ക് തട്ടോ സന്തോഷം മാമാക്ക് ഇതാണ് സന്തോഷം. അപ്പൊ കൊറേ ആയി എന്തേലൊക്കെ ഇത് ചെയ്യണം എന്തേലും കൊടുക്കണം എന്ന് വിചാരിക്കണം എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ. ഇത് നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലല്ലോ ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമായതുകൊണ്ട് അപ്പൊ ഗേൾസിന് മാത്രല്ല എല്ലാവർക്കും ബോയ്സിന് പണിയെടുക്കട്ടോ. ബോയ്സോ ഓ മൈ ഗോഡ് ബോയ്സ് എന്നൊക്കെ പറയുന്നത് ആ ട്യൂഷനൊക്കെ കേട്ട് മാമിയും ഇംഗ്ലീഷൊക്കെ പഠിക്കണോണ്ടുണ്ട് ഫാദുവിന്റെ ഒപ്പം നിന്നിട്ടേ മറ്റേ ഇന്റർവെൽ ലേണിങ് മാമ ഒപ്പം നിക്കല്ലേ അതുകൊണ്ടാണ് കൊണ്ടുണ്ട്. അപ്പം അൽഹംദുലില്ലാ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അല്ലേ ഉള്ളു. ഒരു ചെറിയൊരു സർപ്രൈസ് വീഡിയോ ആണ് ഉണ്ടായത്. സർപ്രൈസ് അല്ല ഒരു ഞങ്ങളൊരു സന്തോഷം. മാതാ എൻ്റെ അമ്മ സന്തോഷായി അതാണ് അത് മതി. ക്യാമറമാൻ എന്തോ കാട്ടുണ്ടല്ലോ. എന്നാ വാ നമുക്ക് ലൂയാണ് എന്താണാവോ നമ്മളെ ക്യാമറമാൻ എന്തോ പറയുന്നുണ്ട്. അപ്പം അൽഹംദുലില്ലാ ഇത് കൊടുക്കാൻ സാധിച്ചു. ഇനി പ്രാർത്ഥിക്കുക എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങളൊക്കെ നോക്കുന്നുണ്ട്, കമന്റ് വായിക്കുന്നുണ്ട്. അതേപോലെ ഇൻസ്റ്റാഗ്രാം ഇമ്പോർട്ടൻസ് മെസ്സേജ് ഒക്കെ ഞങ്ങൾ നോക്കലുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കല്ലേ. ഇതിനുള്ളിലാരാ മാമാന്റെ ഈ ലൂയിക്ക് വട്ടാണ് കേട്ടോ. ലൂയിന് ഇതിന്റെ ഉള്ളിൽ കയറിക്കണ മാമാനെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ലൂയിക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞങ്ങളെ ഇഷ്ടമാണോ? കമന്റ് ചെയ്യട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൂയിനെ കുറച്ച് നോക്കിക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇന്നോട്ട്. അപ്പം കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരാം. ഇത് ഞങ്ങൾ ചെറിയൊരു സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ്. സന്തോഷമല്ല, എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം എന്നൊരു അടുക്കളയ്ക്ക് യൂസ് ഞാൻ പറയുന്ന സന്തോഷം ഉണ്ട്. ഞങ്ങൾ നിർത്തണം, അത് നിർത്തൂല. ഞമ്മള് വരികയാണ് എന്താമ്മ ഇനി ഞങ്ങള് ഒരു സംഭവം ഉണ്ടല്ലേ, ഞങ്ങള് എത്തിങ്ങാനയിൽ ഫുഡ് കൊടുക്കാൻ പ്ലാൻ ഉണ്ട് ഇൻഷാ അല്ലാ അല്ലേ. നമ്മളെ വല്യപ്പാക്കും വല്യമാക്കും വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളും ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യണ ഒരു കാര്യമാണ്. അതാണ് ഇതിൽ ഞങ്ങള് അതെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതെ അതൊക്കെ തന്നെയാണ്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരും, വേറെ സാധനം ഏറ്റവും വരും കേട്ടോ. ഒരു റോബോട്ടും കൊണ്ട് വരും ഫുള്ളതാണ്. അങ്ങനത്തെ എന്തുകൊണ്ടല്ലേ അതൊന്നും എനിക്ക് താങ്ങൂല. നല്ല പൈസ ഉണ്ട്. ഇത് ഇഷ്ടായില്ലേ? ഇഷ്ടായി. ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. അതെ ഇതന്നെ അൽഹംദുലില്ലാ. തമാശ പറഞ്ഞു കേട്ടോ. അപ്പൊ വെള്ളമൊക്കെ കെടുക്കാനൊക്കെ വെക്കുന്നുണ്ടല്ലോ. അതെ ഇതിലേറെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളെ നമ്മളെ കൺമുന്നിൽ കൂടെ നമ്മളെ തൊട്ടടുത്ത വീടുകളിൽ തന്നെ നോക്കിയാൽ ചിലപ്പം ഇതൊക്കെ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പിന്നെ തന്നോൽക്ക് ഇഷ്ടം കൊണ്ട് തരികയാണ്. അത്ര കഴിയണോലൊക്കെ ചെയ്യുക. പിന്നെ നമ്മളെ അടിയിലുള്ളവരും സഹായിക്കാൻ നോക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യാൻ ഉമ്മാക്കും ഉപ്പാക്കും പിന്നെ നമ്മളെ എന്താ പറയുക എല്ലാവർക്കും ഫാമിലിയിലുണ്ടാവും. അതേപോലെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സമൂഹത്തിലൊക്കെ കുറേ ആൾക്കാർ ഇതേപോലെ എന്താ പറയുക എന്തൊക്കെ വെയ്യാത്ത ആൾക്കാരുണ്ടാവും. അതെ അതിൻ്റെ ഇടയിൽ നമുക്കൊന്നും ഇല്ല കേട്ടോ അൽഹംദുലില്ലാ. അപ്പം എന്താ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊടുക്കും പിന്നെ ഞാൻ പോവാണ്. അപ്പം ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ സജഷൻസും വീഡിയോ റെക്കമെൻഡേഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട പോലൊക്കെ കാണും. അപ്പം സജസ്റ്റ് ചെയ്യാം. ഓക്കെ ബൈ ബൈ.